ശ്രീ വി ജോയ്, അങ്ങേക്ക് 8 മിനിറ്റ്. സാർ, ഈ പ്രതിപക്ഷത്തിന് എന്ത് പറ്റിയെന്നാണ് സാർ ഞാൻ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുകയായിരുന്നു. സാർ, സ്ഥിരം പണി വാങ്ങിക്കുന്ന ഒരു രീതി ഈ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അവർ തുടരുകയാണ്. സാർ, കണ്ട കണ്ണിൽ കോലുകൊണ്ട് കുത്തുന്നു എന്നൊരു പ്രയോഗമുണ്ട്. സാർ, ഇവിടെ യഥാർത്ഥത്തിൽ അതല്ലേ സാർ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നാട്ടിലെ വിലക്കയറ്റം, ഇപ്പോൾ രാജ്യത്താകമാനം ലോകത്താകമാനം വിലക്കയറ്റമുണ്ട്. ആ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു സംസ്ഥാന ഗവൺമെൻറ് ആവനാഴിയിലെ അവസാനത്തെ അമ്പും അസ്ത്രവും ഉപയോഗപ്പെടുത്തി അത് കുറച്ചു കൊണ്ടുവന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എന്തിനാണ് സാർ ഇങ്ങനെ പറയുന്നത്? സാർ, കോൺക്ലേവ് നടത്തുകയല്ല, അത് താഴേക്ക് കാണിച്ചു കൊടുക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. സാർ, മാവേലി സ്റ്റോറിന് പകരം വാമന സ്റ്റോർ കൊണ്ടുവന്ന ചരിത്രമല്ലേ നിങ്ങൾക്കുള്ളത് എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർക്കുക. നിങ്ങൾ കേരളം ഒരു ഉപഭോക്തൃ സംസ്ഥാനമാണ് എന്നുള്ള കാര്യത്തിൽ എല്ലാവരും യോജിക്കുന്ന കാര്യമാണ്. മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇൻഡെക്സ് കണക്കാക്കുമ്പോൾ കേരളം ഒരു അല്പം മുന്നിലാണ്, അല്ലെങ്കിൽ കൂടുതൽ വരുന്നുണ്ട് എന്നുള്ളത് ശരിയാണ്. അതിനൊരു പ്രധാനപ്പെട്ട കാര്യം സംസ്ഥാനത്ത് ഇന്ന് നിലനിൽക്കുന്ന ഉയർന്ന കൂലി നിരക്കാണ്. RBIയുടെ കണക്ക് പ്രകാരം കർഷക മേഖലയിലെ കൂലി 807 രൂപയാണ്. അതൊന്നും അല്ല, അതിനേക്കാൾ കൂടുതലാണ്. പക്ഷേ എങ്കിലും RBI പറയുന്നത് അതാണ്. രാജ്യത്തിൻ്റെ ദേശീയ ശരാശരി എത്രയാണ് സാർ? ദേശീയ ശരാശരി 372 രൂപയാണ് സാർ. ഇവിടെ നിർമ്മാണ മേഖലയിലെ കൂലി 900 പറയുന്നത്. ഇവിടെ 1400 1500 രൂപയാണ് സാർ. ദേശീയ ശരാശരി എന്ന് പറയുന്നത് 417 രൂപയാണ്. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതല്ലേ? വായി വരുന്നത് കോതയ്ക്ക് പാട്ട്, എന്തും ഒരു ആശയ ദാരിദ്ര്യം വരുമ്പോൾ അല്ലെങ്കിൽ വിഷയ ദാരിദ്ര്യം വരുമ്പോൾ അത് അടിയന്തര പ്രമേയമായിട്ട് അവതരിപ്പിക്കുക, എന്തെങ്കിലും പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോവുക. അതിന് ഇപ്പുറത്ത് ഭരണപക്ഷം തയ്യാറല്ല എന്നുള്ളത് ആവർത്തിച്ച് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നതാണ് ഇത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. കേന്ദ്ര നയങ്ങളെ സംബന്ധിച്ച് ഒരു വാക്ക് പ്രമേയ അവതാരകൻ പറഞ്ഞോ? എന്തായിരുന്നു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനം? ഈ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് രാജ്യത്ത് ഭരണം നടത്തുന്ന BJP ഗവൺമെൻറ് കുത്തകകളെ, കോർപ്പറേറ്റുകളെ, വൻകിട മുതലാളിമാരെ സഹായിക്കുന്ന സമീപനം രാജ്യത്ത് സ്വീകരിക്കുകയല്ലേ? രാജ്യത്തെ കർഷകരുടെ അവരുടെ ഉൽപ്പന്നങ്ങൾ നേരത്തെ തന്നെ വിലയ്ക്ക് വാങ്ങിച്ച് ഗോഡൌണിൽ കൊണ്ടുപോയി സൂക്ഷിച്ച് അവൻ വില നിശ്ചയിച്ച് രാജ്യത്ത് വിതരണം ചെയ്യുന്ന സമ്പ്രദായമല്ലേ നിലനിൽക്കുന്നത്? കാർഷിക നിയമങ്ങളിൽ അവർ മാറ്റം വരുത്തിയില്ലേ? ഒരു വാക്ക് വിഷയാവതാരകൻ ഈ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ സമീപനത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിച്ചോ? നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങൾ എപ്പോഴും അങ്ങനെയാണ്. ഇവിടെ കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ്റിനെ എങ്ങനെ മോശപ്പെടുത്താമെന്ന് റിസർച്ച് നടത്തുന്നവരാണ് നിങ്ങളെന്നുള്ളത് നിങ്ങൾ നോക്കണം. LDF ഗവൺമെൻറ് ഒന്നും ചെയ്തില്ലേ? ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിങ്ങളുടെ കാലഘട്ടങ്ങളെ അപേക്ഷിച്ച് എത്ര മടങ്ങാണ് LDF ഗവൺമെൻറ് ഈ നാട്ടിൽ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിച്ചത്? ഇവിടെ നിന്ന് നോക്കൂ, വിപണി ഇടപെടൽ. UDFൻ്റെ കാലത്ത് 773 കോടി രൂപ വിപണി ഇടപെടലിൻ്റെ ഭാഗമായി നിങ്ങൾ ചെലവഴിച്ചപ്പോൾ ഒന്നാം പിണറായി ഗവൺമെൻറ് മാത്രം 4299 കോടി രൂപയാണ് വിപണി ഇടപെടലിന് വേണ്ടിയിട്ട് ചെലവഴിച്ചത്. രണ്ടാം പിണറായി ഗവൺമെൻറ് ഇതുവരെ 3502 കോടി രൂപ ചെലവഴിച്ചു. ഈ വർഷം ബഡ്ജറ്റിൽ 325 കോടി രൂപ വെച്ചു. ഇതുവരെ 274 കോടി രൂപ വിപണി ഇടപെടലിന് വേണ്ടി നൽകിയതാണ് ഈ ഗവൺമെൻറ്. നെല്ല് സംഭരണം അതുപോലെയാണ്, മറ്റു സാഹചര്യങ്ങൾ ഇതുപോലെയാണ്. ഇത് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഗവൺമെൻറ് പോകുന്നത്. ഇപ്പോൾ കോൺഗ്രസ് നന്നായിട്ട് സന്തോഷിച്ചിരുന്നു. ഓണം വരികയല്ലേ, കാണാം. ചില മാധ്യമങ്ങളും അച്ചെല്ലാം നിരത്തി വെച്ചിരുന്നു. പക്ഷേ ഓണം ഹാപ്പിയായി. ഓണം എങ്ങനെ ഹാപ്പിയായി എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ 2 ഗഡു പെൻഷൻ 62 ലക്ഷം പേർക്ക് ഈ ഗവൺമെൻറ് ഓണത്തിന് 10 ദിവസം മുമ്പ് നൽകി. തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഓണസമ്മാനം 200 രൂപ വർദ്ധിപ്പിച്ച് ചർച്ച ചെയ്യുകയാണ്. ഇന്ന് വിലക്കയറ്റമാണ് പ്രതിപക്ഷം കൊണ്ടുവന്നത്. പക്ഷേ കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾ ഒരു വാക്കാൽ പോലും പരാമർശിക്കാതെയായിരുന്നു അടിയന്തര പ്രമേയം എന്നാണ് ഇപ്പോൾ ജോയ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.